ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ലൈഫ് മോട്ടീവ്. ഞാനിന്ന് വന്നിട്ടുള്ളത് പുതിയൊരു ടോപ്പിക്കുമായിട്ടാണ്. മെൻ്റലി സ്ട്രോങ് ആവാൻ എന്ത് ചെയ്യണം, കരുത്തുറ്റ മനസ്സ് എങ്ങനെ നമുക്ക് സ്വന്തമാക്കാം. നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുന്ന സമയത്താണ് നമ്മൾ മെൻ്റലി സ്ട്രോങ് ആയി മാറുന്നത്. പ്രതിസന്ധികളെ തരണം ചെയ്യുന്ന സമയത്താണ് നമുക്ക് സ്ട്രോങ് മൈൻഡ് ഉണ്ടാകുന്നത്. നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളെ പരിഹരിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് നാം മെൻ്റലി സ്ട്രോങ് ആയി മാറുന്നത്. പുതിയ ഐഡിയകൾ ഉണ്ടാക്കാനും പുതിയ രീതിയിൽ ചിന്തിക്കുവാനും നമുക്ക് സാധിക്കണമെങ്കിൽ പ്രതിസന്ധികളെ പരിഹരിച്ച് മുന്നോട്ട് പോയേ മതിയാവൂ. പുറമേയുള്ള സാഹചര്യങ്ങളോട് നമുക്കുള്ള അപ്രോച്ചാണ് നാം മെൻ്റലി സ്ട്രോങ് ആണോ എന്ന് തീരുമാനിക്കുന്നത്. നാം നമ്മളെ തന്നെ സ്ട്രോങ് ആക്കി മാറ്റുക. നാം ഇമോഷണലി സ്ട്രോങ് ആകണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക. ഒരു നിമിഷം പോലും വെറുതെ കളയാതെ നാം മെൻ്റലി സ്ട്രോങ് ആവാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുക. നമ്മുടെ ഒരു ദിവസം മൊത്തം ചിലവഴിക്കേണ്ടത് നമ്മുടെ ഉയർച്ചയ്ക്ക് വേണ്ടി മാത്രമാകണം. ഫോണിൽ എപ്പോഴും സ്ക്രോൾ ചെയ്ത് നമ്മുടെ ജീവിതം കളയരുത്. രാവിലെ എണീക്കുന്നതിൻ്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. നമ്മുടെ ജോലികളെല്ലാം തന്നെ നേരത്തെ തന്നെ തീർത്ത് നമുക്ക് ഫ്രീ ആകാൻ സാധിക്കുന്നു. നിങ്ങളുടെ മനസ്സിനെ കാമാകാനും കൂളാകുവാനും മൈൻഡ്ഫുൾനെസ്, മെഡിറ്റേഷൻ പോലുള്ളവ പ്രാക്ടീസ് ചെയ്യുക. നേച്ചറുമായി കോണ്ടാക്റ്റിൽ വരുത്തുക. എല്ലാ ദിവസവും അരമണിക്കൂർ സ്പെൻഡ് ചെയ്യുക. നിങ്ങൾക്കായി മാറ്റിവെക്കുക അരമണിക്കൂർ. ഇത് നിങ്ങളെ മെൻ്റലി സ്ട്രോങ് ആക്കാൻ സഹായിക്കുന്നു. നിങ്ങൾക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇപ്പോൾ ചെടികൾ നടുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു ഹാപ്പിനെസ് നമുക്കുണ്ട് എങ്കിൽ അത് ചെയ്യുക. എന്താണോ നമുക്ക് ചെയ്യാൻ ഇഷ്ടം, കുക്കിംഗ് ആണെങ്കിൽ അത് ചെയ്യുക. എല്ലാ ദിവസവും നമ്മുടെ ജീവിതത്തിൻ്റെ ലാഭവും നഷ്ടവും എല്ലാം എഴുതി വയ്ക്കുക. എപ്പോഴും നമ്മൾ എന്തെങ്കിലും കാര്യത്തിൽ എൻഗേജ്ഡ് ആയിട്ടിരിക്കുക. എല്ലാ ദിവസവും നിങ്ങളുടെ പ്രോഗ്രസ് എഴുതി നോക്കുക. എത്ര സമയം നിങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുവെന്ന് നോക്കുക. എപ്പോഴും കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് വിഷമിക്കാതിരിക്കുക. കഴിഞ്ഞ കാര്യങ്ങൾ പാസ്റ്റിലുള്ളവയാണ്. അതിനെക്കുറിച്ച് ഓർത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും പ്രോഗ്രസ് ഉണ്ടാവുകയില്ല. അതിനാൽ ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കുക, പ്രവർത്തിക്കുക. നമ്മൾ നമ്മളായി തന്നെ ജീവിക്കുക. നോ പറയേണ്ടടുത്ത് നോ പറയുക. എല്ലായ്പ്പോഴും മനുഷ്യരെ മനസ്സിലാക്കി ജീവിക്കുക. നിങ്ങളുടെ നിലപാടുകളും ചിന്തകളും നിങ്ങൾക്ക് വേണ്ടി ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരിക. മെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ആളുകൾ വലിയ വലിയ ഗോൾസ് സെറ്റാവുകയും അതിനുവേണ്ടി അഹോരാത്രം പണിയെടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ അവരുടെ ജീവിതത്തിൽ സക്സസ് ഉണ്ടാകുന്നു. നമ്മൾ ചലഞ്ചസിനെ അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ചലഞ്ചസ് ഏറ്റെടുക്കുക. ഗ്രോത്തുള്ള മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കുക. എപ്പോഴും പ്രസൻറ്റ് മൊമെൻറ്റിൽ ഫോക്കസ് ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മെൻ്റലി സ്ട്രോങ് ആവാൻ നമുക്ക് സാധിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.